ജീവിക്കുന്ന മുഴുവൻ ആളുകളോടും ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. പക്ഷേ ഞങ്ങൾ ഒരു കാര്യം പറയാം, തുറന്നു പറയാം, മനസ്സറിഞ്ഞുകൊണ്ട് പറയാം, ആ വിശ്വാസം ഞങ്ങളുടെ മനസ്സിലില്ല. ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല, ആ വിശ്വാസം ഞങ്ങൾ പോറിയിട്ടില്ല. ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും അള്ളാഹു ഞങ്ങളുടെ ഹൃദയം അറിയുന്നവനാണ്. ഞങ്ങൾ ചെയ്ത ഒരു തെറ്റുണ്ട്, ലോകത്തോട് പറയാവുന്ന ഒരു തെറ്റ്. അതാന്ന് ചോദിച്ചാൽ, ഇന്നലെ എന്നോട് ഒരാൾ ചോദിച്ചപ്പോ എനിക്ക് പറയാൻ നാവിലൊന്നും ഞാൻ പറഞ്ഞു, പക്ഷെ ഇന്ന് ഞാൻ പറയാ, നാറിയവനെ പേറിയോ എന്നൊരു സംശയം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുണ്ട്. അതിപ്പോ ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന പ്രയാസമൊക്കെ ഉണ്ടാവും. കേട്ടില്ലേ നിങ്ങൾ ഈ 10 പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ച ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദർശം മാറ്റി പൊതുജനങ്ങളോട് മാപ്പ് ചോദിച്ച് കള്ളക്കരച്ചിൽ കറഞ്ഞ് തൗബ ചെയ്ത ഒരു ക്ലിപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആരാ പുതിയത് കൊണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളി. ഞങ്ങൾ എവിടെയും തൗബ ചെയ്തിട്ടില്ല. തൗബ ചെയ്യണമെങ്കിൽ ഇതുവരെ പറഞ്ഞത് തെറ്റാണെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടില്ല. ഇവർക്ക് ബോധ്യപ്പെട്ടു ഇത്ര കാലം പറഞ്ഞത് തെറ്റായിരുന്നു. വാദം മാറ്റി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശത്തിൽ പുതിയ തിരുത്തു കൊണ്ടുവന്നു. ഇത് തൗബയല്ല, കുംഭസാരമാണ്. കാരണം എന്താ? അബ്ദുറഹ്മാൻ സലഫിക്ക് വേണ്ടിയും അനീഫക്ക് വേണ്ടിയും തൗബ ചെയ്തത് ആരാ? അനസ് മുസ്ലിയാർ. എന്നിട്ട് മൂപ്പര് പറയാ, ഞങ്ങൾ പ്രതികളായിക്കൊള്ളാം, ഞങ്ങൾക്ക് പ്രശ്നമില്ല. അവര് പ്രതികളായതുകൊണ്ട് ആദർശ മാറ്റത്തിന് ന്യായം ഉണ്ടാകുമോ? എന്താണ് സുഹൃത്തുക്കളെ ഈ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ജമിയത്തുകളുടെ പ്രസിഡന്റും സെക്രട്ടറിയും തൗബ ചെയ്യട്ടെ, KNMന്റെ പ്രസിഡന്റും സെക്രട്ടറിയും തൗബ ചെയ്യട്ടെ, സമ്മേളനത്തിൽ ഒരു തൗബ സെഷൻ വെക്കട്ടെ. ഇവനാരാ തൗബ ചെയ്യാൻ? ഇന്നലെ മിഞ്ഞാന്ന് കയറി വന്ന ഇവനാണോ പ്രസ്ഥാനത്തിന്റെ ആദർശത്തിന്റെ പേറ്റന്റ് ഏറ്റെടുത്തുകൊണ്ട് തൗബ ചെയ്യാൻ? എന്നിട്ട് പറയാ, അനീഫ് കായക്കൊടിക്ക് വേണ്ടി അത്രയും അവർക്ക് ഈ നാടകത്തിനൊന്നും അവരെ കിട്ടൂല, ഇവൻ ഇത് പൊക്കി കൊടുത്താൽ പൊക്കുമല്ലോ. എന്നിട്ട് നാണമില്ലാതെ ഇവരിറക്കിയ കാസറ്റ് അത് ഇന്ന് ശത്രുക്കൾ ഇതിട്ട് പരിഹസിക്കാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന് ആദർശം മാറി. 1 നൂറ്റാണ്ട് കാലം പ്രചരിപ്പിച്ച തൗഹീദ് തെറ്റായിരുന്നുവെന്ന് ഇതാ തൗബ ചെയ്യുന്നു. അത്തൂബു ഇലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. എന്നിട്ടൊരു കരച്ചിൽ. എന്താ? ആ വിശ്വാസം ഞങ്ങൾ പേറിയിട്ടില്ല. അപ്പൊ ജബ്ബാർ മൗലവി എഴുതിയത് ശിർക്കല്ല, അതിലെവിടെ ശിർക്ക് എന്ന് മടവൂർ വിഭാഗത്തോടും സമസ്തക്കാരോടും ചോദിച്ച ആളുകൾ ഇപ്പൊ പറയാണ് ഞങ്ങൾക്കത് വിശ്വാസമല്ലാതെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ശിർക്കാണ് തന്നെ വിശ്വാസം. എന്നിട്ട് ആളെ വിളിച്ചോണ്ടിട്ട് പറയാ ശിർക്കല്ല. ഇപ്പൊ നിങ്ങൾക്കറിയോ, സംവാദങ്ങൾ നടക്കാൻ തുടങ്ങി. ഫൈസൽ മുസ്ലിയാരുമായിട്ട് സംവാദം നടത്തി. ഇപ്പോ തൃശ്ശൂരുള്ളൊരു ചെക്കൻ ഫൈസൽ മുസ്ലിയാരുടെ സംവാദത്തിന് വന്നു. സംഘടിപ്പിച്ചത് ആരാ? നിച്ച് ഓഫ് ട്രൂത്തിന്റെ ആളുകള്, MM അക്ബറിന്റെ ആളുകള്. കാസറ്റ് ഇറക്കിയത് ആരാ? MM അക്ബറിന്റെ ആളുകള്. അങ്ങനെ ഭൗതികം മറ്റും ജിന്നൊന്നും ചർച്ച പാടില്ല എന്ന കൂട്ടര്. എന്നിട്ട് എത്രത്തോളം എത്തിയെന്നറിയോ? ഇന്നിപ്പോ അതിന്റെ കാസറ്റ് ഇന്നലെ ഇറങ്ങിയിട്ടുണ്ട്, നിങ്ങളൊക്കെ വാങ്ങണം. ഹിദായക്കാർ കള്ളപ്രചരണം നടത്തുന്നുണ്ട്. ഫൈസൽ മുസ്ലിയാർ മുട്ടുമടക്കി. കാണുന്നവർക്കറിയാ, നിങ്ങൾ നേരത്തെ തന്നെ ഗോളടിക്കൊന്നും വേണ്ട. സൗദിയിലെ പ്രമുഖ പണ്ഡിതനും അവിടുത്തെ ഔഖാഫ് മന്ത്രിയുമായ സാലി ആലു ശൈഖിനെ മുസ്ലിയാർ എന്നിവരെ വിളിച്ച് പരിഹസിച്ചു. അച്ചക്കനെന്താ, അവനെന്താ പറഞ്ഞുകൂടാത്തത്? അപ്പൊ സുഹൃത്തുക്കളെ, ഇവർ തനിച്ച തറ നിലവാരത്തിലേക്ക് പോയി. ഇങ്ങനത്തെ ഒരു തൗബ മുജാഹിദ് പ്രസ്ഥാനത്തിലുണ്ടോ? എന്നിട്ട് അതിന് നുണ പറഞ്ഞുണ്ടോ? ജിന്നിനോട് തേടൽ ശിർക്കല്ല എന്ന ജബ്ബാർ മൗലവിയുടെ വാദം. അങ്ങനെ വാദം തന്നെ ജബ്ബാർ മൗലവിക്കല്ല, നുണയാണ്. അവസാനോ നാറിയവനെ പേറി. ആരാ നാറി? അബ്ദുൽ ജബ്ബാർ മൗലവി. ഇത്ര കാലം ഓരോ വാദപ്രതിവാദത്തിനും വീട്ടിൽ പോയും ജാമിയ സലഫിയിൽ പോയും പുളിക്കപ്പോയും ഒക്കെ ആദർശം പഠിക്കാൻ അദ്ദേഹത്തെ കൂടെ ഇരുത്തിയിട്ട് അവസാനം പറഞ്ഞതെന്താ? നാറീൻ. ഇതൊരു തൗബ ചെയ്യുമ്പോ യഥാർത്ഥത്തിൽ എന്താ വേണ്ടത്? പടച്ചോനെ ഞങ്ങൾക്കും പുറത്തു തരണേ, അബ്ദുൽ ജബ്ബാറിലേക്കും പുറത്തു തരണേ. ഇതെന്താണ്? ഞങ്ങൾക്ക് പുറത്തു തരണേ, അയാള് നാറി. അല്ല, സ്വീകരിക്കണ തൗബ തന്നെ അത്, കള്ള തൗബ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞങ്ങളല്ല വാദം മാറ്റിയത്. വാദം മാറ്റിയവരാരാ? അവരാ തൗബ ചെയ്തത്. ഞങ്ങൾ പുതിയത് കൊണ്ടുവന്നിട്ടില്ല, ഞങ്ങൾക്ക് തൗബ ചെയ്യേണ്ട ആവശ്യമല്ല. അബ്ദുൽ ജബ്ബാർ മൗലവി കൂടെ ഇരിക്കുന്നത് കണ്ടില്ല, അപ്പുറം. എന്നാൽ അഹ്സനി പറയാണ്, ഇത് തൗബയല്ല വേണ്ടത്, ഷഹാദത്താണ്. കേട്ടത്? എന്തിനായി തൗബ? തൗഹീദ് തെറ്റിയതിന് അതിന് ചെല്ലേണ്ടത് ഷഹാദത്ത് കലിമല്ലേ? കണ്ടോ? തൗഹീദ് തെറ്റിയതിനാണ് ഈ തൗബ. എങ്കിൽ ഷഹാദത്ത് രണ്ടാമത് കുളിച്ച് മൊട്ടയടിച്ചിട്ട് ആരൊക്കെ? മുസ്ലിയാർ മാത്രല്ല, ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന് കുത്തക അവകാശപ്പെടുന്ന ഈ കോക്കസ് മുഴുവൻ എന്ത് ചെയ്യണം? മൊട്ടയടിച്ചിട്ട് രണ്ടാമത് ഷഹാദത്ത് ചെല്ലണോന്ന്. അക്ബറിന് ഏതായാലും പണിയായി കിട്ടിയല്ലോ.
അപ്പൊ സുഹൃത്തുക്കളെ, ഈ രൂപത്തിലേക്ക് മുജാഹിദ് പ്രസ്ഥാനത്തെ അധപ്പതിപ്പിക്കുകയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ഇനി എന്താ ആരോപണങ്ങൾ എന്നറിയോ? പുഴയിൽ വീണാൽ കരയിലുള്ള ജിന്നിനെ വിളിക്കാം എന്ന് സക്കരിയ സലാഹി പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രശ്നമല്ല, ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് കേട്ടോളൂ, കള്ള ആരോപണം. അനസ് പറയുന്നു, ഇടത്തെ കൈ കൊണ്ട് വെള്ളം കുടിച്ചാൽ വളരെ വലിയ പ്രശ്നമാണ്. പുഴയിലെ കിടക്കുന്ന ആള് കരയിലെ ജിന്നെ വിളിച്ചാൽ കുഴപ്പമില്ല, കുഴപ്പമില്ല, കുഴപ്പമില്ല. കോൺഗ്രസ്സുകാർ പരിഹരിക്കേണ്ട പ്രശ്നമാണ്. ഇടത്തെ കൈ കൊണ്ട് വെള്ളം കുടിച്ചാൽ പ്രശ്നമാണ്, അത് ടീപ്പിനെ താങ്ങുകയാണ്. പിന്നെ ഇടത് കൈ കൊണ്ട് വെള്ളം കുടിക്കുന്നതിന് അതിൽ ഹുസൈൻ സൽവി പ്രസംഗിച്ചല്ലോ. അപ്പൊ ടീപ്പിന്റെ ഇതെന്താ, ഇവിടെ ആരാ ഇടത്തെ കൈ കൊണ്ട് വെള്ളം കുടിക്കണത്? അപ്പൊ ഇടത് കൈ കൊണ്ട് വെള്ളം കുടിച്ചാൽ പ്രശ്നമാണ്. പക്ഷെ പുഴയിലുള്ള ആള് കരയിലുള്ള ജിന്നിനെ വിളിച്ചാൽ കുഴപ്പമില്ല. ആരാ മുസ്ലിയാരെ ഇത് പറഞ്ഞത് കുഴപ്പമില്ലാന്ന്? ഒരു ക്ലിപ്പ് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? മോങ്ങത്ത് നേതാക്കന്മാരൊക്കെ മുമ്പ് കണ്ടപ്പോ മൂപ്പരങ്ങ് ലെവല് തെറ്റി. മൂപ്പരല്ലേ ഇപ്പോ നേതാക്കന്മാരൊക്കെ സംരക്ഷിക്കുന്ന വലിയ ആള്, അങ്ങ് അടിച്ചു വിടുക. എന്നാൽ ഇപ്പൊ പുതിയ വിചിന്തനത്തിൽ പന്നൂരിന്റെ നുണ കേൾക്കണോ നിങ്ങൾക്ക്? ഇതാ പന്നൂര് ലേഖനം എഴുതിയിരിക്കുന്നു. ചോദ്യവേഷത്തിൽ വരുന്ന മറുപടികൾ 2013 ഫെബ്രുവരി 15. എന്താ ഉള്ളത് എന്നറിയോ? പുഴക്കരയിലിരിക്കുന്ന ജിന്നിനോട് പുഴയിൽ വീണവൻ സഹായം തേടിയാൽ ശിർക്കാവില്ല, ഹറാമേ ആവുകയുള്ളൂ എന്ന് സക്കരിയ സലാഹി പറഞ്ഞ CD കണ്ട ശേഷമാണ് ഈ നിബന്ധന നേതൃത്വം വെച്ചത്. എന്നെ തിരിച്ചെടുക്കാൻ നിബന്ധന വെച്ചല്ലോ. എന്താ? ജിന്നിനോടുള്ള സഹായതേട്ടം ശിർക്കാണെന്ന് തെളിയിക്കുന്ന ലേഖനം എഴുതണം, പഴയ വാദത്തിന് ഖേദിച്ചു മടങ്ങണം. ഇങ്ങനെ ഷർത്ത് വെക്കാൻ കാരണം, ഞാൻ പുഴയിൽ വീണ ആള് കരയുള്ള ജിന്നിനോട് ചോദിച്ചാൽ അത് ശിർക്കാവുകയില്ല, ഹറാമേ ആവുകയുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഇയാൾ പറഞ്ഞത് പ്രശ്നമില്ലാന്ന്. നുണ പറയണയിൽ ഐക്യല്ല, അത് വേറെ കാര്യം. മാത്രല്ല, ഞാൻ ഇത് പ്രസംഗിച്ചത് എപ്പോഴാ? 2012 സെപ്റ്റംബർ 10. എന്നെ പുറത്താക്കിയതോ ആഗസ്റ്റ് 22. നോക്കണം നിങ്ങള്. 31 ആഗസ്റ്റ് 22 കഴിഞ്ഞിട്ട് അടുത്ത 31 തീയതിയാണ് നിബന്ധന എൻ്റെ മുമ്പിൽ വെക്കുന്നത്. അതും കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ പ്രസംഗിക്കുന്നത്. അപ്പൊ എത്രയോ മാസങ്ങൾ കഴിഞ്ഞിട്ട് പ്രസംഗിച്ച പ്രസംഗം അത് നേരത്തെ അതിന്റെ CD കണ്ടു. എന്ത് കറാമത്താ! നുണ പറയുമ്പോഴും വേണ്ട പന്നൂരെ ഒക്കണത് പറയാൻ. ഇയാൾ ഹജ്ജൊക്കെ കഴിഞ്ഞു വന്ന് നുണ പറയാനായിട്ട് ഇരിക്കുക. ഇയാളിപ്പോ ഒരാൾ കളവ് പറയുകയും കളവിന് മുൻതൂക്കം കൊടുക്കുകയും ചെയ്യും. അള്ളാന്റെ രേഖയിൽ കദ്ദാബ് എന്ന് രേഖപ്പെടുത്തും. എത്ര നുണപ്പയാൾ എഴുതിയത് ആരുകൾ ബോധ്യപ്പെടുത്തി? സംഘടനയ്ക്ക് വേണ്ടി, നേതാക്കന്മാർക്ക് വേണ്ടി എന്തും പറയാന്നുള്ളിടത്താണ് ഇപ്പൊ ചില ആളുകൾ എത്തിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ നാസർ നല്ലോണം പറഞ്ഞില്ലേ? എന്നാ സുഹൃത്തുക്കളെ, ഞാൻ എന്താ പറഞ്ഞത്? ഇപ്പോഴത്തെ പുതിയ ചാരൻ തന്നെ എന്റെ ക്ലിപ്പ് ഇടുന്നത് ഒന്ന് ശ്രദ്ധിച്ചോളൂ നിങ്ങള്. ഞാൻ നടത്തിയ 2 തട്ടിപ്പ്. ഒന്നാമത്തെ തട്ടിപ്പാണേത്? അഖ്സാ ഗായത്തുൽ വൽ ഖുദൂഇ എന്ന് പറഞ്ഞിട്ടുള്ള തട്ടിപ്പ്. ആ തട്ടിപ്പ് വെച്ച് ജനങ്ങളെ മുമ്പ് കിടക്കണ്ട. അത് മനുഷ്യന്റെ മുമ്പിൽ വരുന്നതാ, അത് ഉണ്ടാവണതാ. എപ്പോഴാ ഉണ്ടാവണത്? എല്ലാ ബന്ധവും കഴിഞ്ഞു, ഒരു കാര്യകാരണ ബന്ധവും നമ്മുടെ മുമ്പിലില്ല. നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു മാർഗമില്ല. അങ്ങനത്തെ ഒരു മാർഗം അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് വരുമ്പോഴാണ് ആ ഒരു അഖ്സാ ഗായത്തുൽ ഖുദൂഇ വ തദല്ലുൽ എന്ന ചിന്ത വരുന്നത്. ആ ചിന്തയാണ് ശബരിമലയിൽ പോകുന്ന ഒരു ഹൈന്ദവ സഹോദരന്, ക്രൈസ്തവൻ സഹോദരന്, ബദരീങ്ങളെ വിളിക്കുന്ന, മുഹ്യിദ്ദീൻ ശൈഖിനെ വിളിക്കുന്ന മുസ്ലിമിനെ ജിന്നിനെ വിളിക്കുന്ന ഒരു ജിന്നൂരിക്കുള്ളത്. അങ്ങനെ വരുമ്പോൾ അത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ്. ഇപ്പൊ ഇയാളെന്താ പറയുന്നതറിയോ? ഒരാള് പുഴയിൽ വീണ ഒരാള് കരയിലുള്ള ജോസഫിനെ വിളിച്ചാൽ അത് പ്രാർത്ഥനയല്ല. മൊയ്തീൻ ശൈഖിനെ വിളിച്ചാലോ പ്രാർത്ഥനയാണ്. എന്താ കാരണം? മൊയ്തീൻ ശൈഖിനെ വിളിക്കുമ്പോൾ എവിടെയുള്ള മൊയ്തീൻ ശൈഖ് വരട്ടെ എന്ന് വിചാരിക്കുമ്പോൾ മനസ്സിൽ അഖ്സാ ഗായത്തുൽ ഖുദൂഇ വ തദല്ലുൽ വരും. അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും വരും. അപ്പോഴാണ് ആ വിളി ഇബാദത്താകുന്നത്. ജോസഫിനെ വിളിക്കുമ്പോൾ അത് ഇബാദത്തല്ല. എന്നാൽ ഇയാൾ പറയാണ് ജിന്നെന്ന് മനസ്സിൽ കരുതിയാൽ തന്നെ എന്താവും? ഇബാദത്താവും. അതാണ് അത് അഖ്സാ ഗായത്ത് ഓട്ടോമാറ്റിക് വരുന്നതാണെന്നാ. എന്താ പറഞ്ഞ അയാൾക്ക് എന്നെ തിരിയുന്നില്ല, കേട്ടോൾക്ക് അത്രയും തിരിയില്ല. എന്നിട്ട് ഇയാള് ഞാൻ ആ വിഷയം പ്രസംഗിച്ച ക്ലിപ്പിടാ. എന്നോടൊരു കുസൃതിക്കാരന്റെ ചോദ്യമാണ്. എന്നോട് ചോദിച്ചു, കരയിലൊരു ജിന്നുണ്ടെങ്കിലോ? ജിന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? ജിന്നുണ്ട് എന്ന് വിചാരിച്ച് വിളിക്കണം എന്നാ? മനസ്സിലാക്കാൻ കഴിയില്ലെന്ന് വിളിക്കാൻ പാടില്ല എന്നാ? മാത്രല്ല എൻ്റെ മനസ്സിൽ പ്രാർത്ഥന അല്ല, ഇവിടെ എൻ്റെ ഒച്ച കേൾക്കുന്നിടത്തുണ്ടെങ്കിൽ ഒന്ന് കൈപിടിക്കട്ടെ എന്നാ ഞാൻ വിചാരിച്ചുള്ളൂ. അഖ്സാ ഗായത്തുൽ ഖുദൂഇ വ തദല്ലുൽ ഇല്ല. എന്നാലോ അത് പാടില്ല, ശിർക്കിലേക്ക് പോകുന്ന വിളിയാണ്.
ഹറാമായ വിളിയാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടും ഇയാൾ എന്താ പറഞ്ഞത്? അനസ്മസിയാര് കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ജിന്നിനെ വിളിക്കാം, പുഴയിൽ വീണ് ജിന്നെ വിളിക്കാം, കുഴപ്പമില്ല. ഇപ്പൊ ആളുകൾ പറയാ ജിന്നെ രക്ഷിക്കണേ എന്ന് പുഴയെന്ന് പറഞ്ഞാൽ അത് ശിർക്കല്ല എന്ന് സക്കരിയ സലാഹി പറഞ്ഞു. പച്ച കളവാണ്. ഞാൻ എന്താ പറഞ്ഞത് എന്ന് എന്റെ ക്ലിപ്പ് ഈ ചാരൻ തന്നെ ഇടുന്നുണ്ട്. നാസർ സുല്ലമി 2010 വരെ മടവൂരിയായി നാട് കേട്ടോളി. കാര്യകാരണ ബന്ധമല്ല, അഭൗതികമായ കാര്യകാരണ ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ അത് ശിർക്കുമാണ്. ശ്രദ്ധിച്ചോളി. കരക്ക് നിൽക്കുന്ന ജോസഫിനോട് ചോദിച്ചാൽ വരൂല. അവിടെ ഒരു ജിന്നുണ്ടെങ്കിലോ, ജിന്നുണ്ടോയെങ്കിൽ മനസ്സിലാവില്ലോ എന്ന് നമ്മൾ തന്നെ പറഞ്ഞു. അവിടെ ഒരു ജിന്നുണ്ടോയെങ്കിൽ മനസ്സിലാവില്ലോ എന്ന് നമ്മൾ തന്നെ പറഞ്ഞു. കണ്ടോ? അപ്പൊ അവിടെ ജിന്നുണ്ട് വിളിക്കാന്നാണോ? ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവില്ല എന്നാ ഞാൻ പറഞ്ഞത്. അയാൾ എന്നെ ആവർത്തിച്ചിട്ടാ, ഞാൻ ഇട്ടതല്ല. ഒരാൾ അങ്ങനെ അവിടെ ഒരു ജിന്ന് ഉണ്ടെങ്കിൽ എന്നെ കരക്ക് വെച്ച് രക്ഷിക്കട്ടെ എന്ന് വിചാരിച്ചാൽ, ഒരാൾ അങ്ങനെ അവിടെ ഒരു ജിന്ന് ഉണ്ടെങ്കിൽ എന്നെ കരക്ക് വെച്ച് രക്ഷിക്കട്ടെ എന്ന് വിചാരിച്ചാൽ അത് പാടില്ലാത്ത ഹറാമായ വിളിയാണത്. ശിർക്കിലേക്ക് പോകുന്ന വിളിയാണ്. ശ്രദ്ധിച്ചോളി കേട്ടോ. ആ വിളി എന്താണ്? എന്താണ്? ശിർക്കിലേക്ക് പോകുന്ന വിളിയാണ്, ഹറാമായ വിളിയാണ്. അതന്നെ നമ്മൾ പറഞ്ഞത്. നേരെ മറിച്ച് പ്രാർത്ഥനയാണെങ്കിലോ ശിർക്കാണ്. പുഴയിൽ വീണ, കുളത്തിൽ വീണ ഒരാള് ജിന്നെ രക്ഷിക്കണേ പറഞ്ഞാൽ അത് പ്രാർത്ഥനയാണ്, അത് ശിർക്കാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ഇല്ലാത്ത ആരോപണം പറഞ്ഞിട്ട് ആളെ കൂട്ടാൻ നോക്കുകയാണ്. ആ ക്ലിപ്പ് പോലും നേരെ കേട്ടിട്ടില്ല. സക്കരിയ സലാഹി പറഞ്ഞല്ലോ പുഴയിൽ വീണാ ജിന്നിനെ വിളിക്കാന്ന്. പച്ച കളവ് പറഞ്ഞിട്ട് സൂട്ടരെ സൂക്ഷിച്ചോളിയും, കളവിനെ സൂക്ഷിച്ചോളിയും, കളവ് കെട്ടിപ്പറയുന്നതിനെ സൂക്ഷിച്ചോളി, പരലോകത്തെ പേടിച്ചോളി. അത് മാത്രമേ എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ളൂ. നിസ്കാരവും നോമ്പൊക്കെ ഉള്ള മനുഷ്യന്മാര് ഇങ്ങനെ കളവ് പ്രചരിപ്പിച്ച് സംഘടനയ്ക്ക് വേണ്ടി നുണ പറഞ്ഞ് എന്തിനാ നരകം വാങ്ങുന്നത്? പിന്നെ ഇപ്പോഴത്തെ വിഷയം എന്താണെന്നറിയോ? ഇതൊരു സാങ്കല്പിക ചോദ്യം ചോദിച്ചല്ലോ. അപ്പൊ ഞാനൊരു സാങ്കല്പിക ചോദ്യം അങ്ങോട്ടും ചോദിച്ച്. നിങ്ങളിപ്പോ ഇങ്ങനെ സാങ്കല്പിക ചോദ്യം ചോദിക്കുകയാണെങ്കിൽ പനസുമുസ്യാർ പറയുന്നുണ്ട് ജിന്ന് സുഹൃത്ത് ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. ആ ജിന്ന് സുഹൃത്ത് ഒന്ന് കാണിച്ചു കൊടുത്താ, എന്നിട്ട് ബാക്കി പറയാം. അതുപോലെ വിജനപ്രദേശത്ത് ഉണ്ടായേക്കാനിടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. അപ്പൊ ജിന്നുകൾക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ ഏതെങ്കിലും ഒരാൾ സഹായം ചോദിച്ചാൽ അതിനെയും പ്രാർത്ഥനയാണ് എന്ന് പറയാൻ കഴിയില്ല. ഒരു ഉദാഹരണം കണ്ടില്ലേ? ജിന്നുകൾക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ ഒരു സഹായം ചോദിച്ചാൽ അത് പുഴക്കരയെന്ന് ചോദിച്ചാലും കുളക്കടമെന്ന് ചോദിച്ചാലും എവിടുന്നാലും പ്രാർത്ഥനയല്ല. ഇനി ഉദാഹരണം പറയട്ടെ, പറഞ്ഞുതരാം. ഇപ്പൊ ഒരു ജിന്ന് ഇവിടെ വരികയാണ്. ആ ജിന്നിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു രൂപത്തിൽ ഇവിടെ വന്നു, എനിക്ക് അയാളെ കാണാം. അയാളെ സംബന്ധിച്ചിടത്തോളം അയാളെ ഞാനുമായിട്ട് സംസാരിക്കണം. എന്താ ജിന്നെ സുഖാണോ, എവിടുന്നാ വരുന്നത്, എങ്ങനെയുണ്ട് എന്ന് അയാളോട് സംസാരിച്ചാൽ അത് അഭൗതികമല്ല. അയാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചോദിച്ചതുകൊണ്ട് ശിർക്കാവുകയുമില്ല. അതെന്താ ജിന്നെ സുഖാണോ, നല്ല നാസറിനെ കാണലുണ്ടോ, ആയത്ത് ദുർവ്യാഖ്യാനത്തെ പറ്റി ചോദിക്കലുണ്ടോ എന്നൊക്കെ ചോദിക്കാം, കുഴപ്പമില്ല. അപ്പൊ ജിന്ന് സുഹൃത്തുണ്ട് എന്ന് ആരാ പറയണത്? അനസ് മുസ്ലിയാരാ പറയണത്, ഞാനല്ല. അപ്പൊ ഞാൻ അത് സാങ്കല്പിക ചോദ്യം അങ്ങോട്ട് ചോദിച്ചു. അങ്ങനെ ജിന്ന് സുഹൃത്ത് ഉണ്ടെങ്കിൽ ആ സുഹൃത്തും നിങ്ങളും ഇങ്ങനെ മീൻ പിടിക്കാൻ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ രണ്ടാളും വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ നിങ്ങളെ ചൂണ്ടലുമ്പോ മീൻ കൊത്തി വലിച്ചു ഇപ്പോഴും നിങ്ങളെ വീണു, എടാ ജിന്നെ ഒന്ന് പിടിക്കടാന്ന് പറഞ്ഞാ അത് ശിർക്കാവോ എന്ന് ഞാൻ അങ്ങോട്ട് ചോദ്യം ചോദിച്ചതാ. അതിപ്പോ എന്റെ നേരെ കണ്ടോ, നമുക്ക് ജിന്ന് സുഹൃത്തുണ്ടാവുന്നാ പറയുന്നത്, മീൻ പിടിക്കാൻ പോകുന്നാ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ എന്തൊക്കെ യാക്കവുമല്ലേ, എന്ത് പറഞ്ഞ SLRC അല്ലേ അധികം, പിന്നെ അതിന്റെ നിലവാരം എത്ര ഉണ്ടാവും എന്ന് പറയണ്ടല്ലോ. കേട്ടോളി, ഈ ചാരൻ തന്നെ എന്റെ ക്ലിപ്പിടുന്നത് കേട്ടോളി. അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ വാദം കാര്യങ്ങള് ഇപ്പൊ എവിടേക്കെത്തി? ജിന്ന് മരുഭൂമിന്ന് കുറ്റിക്കാട്ടിലെത്തി, കുറ്റിക്കാട്ടിൽ നിന്ന് എവിടെ എത്തി? പുഴക്കരയിലെത്തി. പുഴക്കരയിൽ നിന്ന് ഇനി എവിടെ എത്തുന്നത്? അത് ചൂണ്ടിടുന്നോർത്താ. അത് ചൂണ്ടിടുന്നോർത്തേക്കാണ് പിന്നെ ഇപ്പൊ ജിന്നിനെ കൊണ്ടുപോകുന്നത്. കണ്ടോ, മരുഭൂമിയിൽ വിളിക്കാന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നൊരു നോണ, പിന്നെ കുറ്റിക്കാട്ടിൽ നിന്ന് വിളിക്കാന്ന് രണ്ടാമത്തെ നോണ, പിന്നെ പുഴക്കരയിൽ നിന്ന് വിളിക്കാന്ന് മൂന്നാമത്തെ നോണ. ആ 3 നുണമൽ ചാരൻ നാലാമത്തെ നോണ പറയട്ടെ. പുഴയിൽ വീണാൽ സമീപത്ത് ആളില്ലെങ്കിൽ ജിന്നായ എന്ന സംഘത്തിലും ഭാവനകളിലും സങ്കല്പങ്ങളും കെട്ടിയുന്ന വിജ്ഞാന തൽപരത ഇല്ലാത്ത ചോദ്യങ്ങൾക്ക് പ്രബോധന വേദി ഉത്തരം പറയാതിരിക്കുന്നതിനേക്കാൾ ആ പ്രവണത അവഗണിക്കുന്നതല്ലേ കൂടുതൽ ഉത്തമമായത്? ഒരു ചോദ്യമാണ്, ഒരു വളഞ്ഞു കെട്ടിയ ചോദ്യമാണ്. ചോദ്യത്തിന്റെ രത്നച്ചുരുക്കം അതാണ്. പുഴയിലിരിക്കുന്ന ജിന്നിനെ സംബന്ധിച്ച് അത്തരമുള്ള ചോദ്യങ്ങൾക്കൊക്കെ മറുപടി കൊടുക്കാതിരിക്കലല്ലേ നല്ലത് എന്നൊരു ചോദ്യം. അതിന് മുമ്പ് കൊടുക്കുന്ന മറുപടി
നമ്മൾ മറുപടി പറഞ്ഞില്ലെങ്കിൽ അതായിരിക്കും, കണ്ടോ ഉത്തരല്ല എന്നായിരിക്കും. പിന്നെ അത് ശിർക്കാണെന്ന് പറഞ്ഞാലോ, എന്റെ ശബ്ദം കേൾക്കുന്ന പരിധിയിലുള്ള ഒരു ജിന്ന് ഇവിടെ ഉണ്ടെങ്കിൽ ആ ജിന്നിന്റെ കൈ പിടിക്കട്ടെ എന്നേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. എന്റെ മനസ്സിൽ പ്രാർത്ഥന ഇല്ല. ഒരു ഉദാഹരണം പറയാം, നിങ്ങളും ഒരു ജിന്നും കൂടി മീൻ പിടിക്കുക, ചൂണ്ടലിടുക, അത് ജിന്നു സുഹൃത്ത് അങ്ങനെ വർത്താനം പറഞ്ഞേക്ക് ഒരു മീൻ കൊത്തി വലിച്ചു, നിങ്ങളെ ഗൾഫിലും പോടും, എടാ ഒന്ന് പിടിക്കടാ ജിന്നേന്ന് പറഞ്ഞു. അത് ശിർക്ക? അത് ശിർക്ക? എന്റെ ചോദ്യ അത് ശിർക്ക? അങ്ങോട്ട് ചോദിച്ചതാ. അതിപ്പോ ഞാൻ ശിർക്ക അല്ലാതെ ഞാൻ പറഞ്ഞൂന്ന് കണ്ട് എന്റെ ഒരു പ്രസ്താവനയായിട്ട് ഇറക്കി. ആ അതുപോലത്തെ ഒരു സംഗതിയാണ് ആ പറഞ്ഞത്. അത് ശിർക്കാന്ന് ആരെങ്കിലും പറയോ? ഇത്ര എവിടേക്കാ പോണത്? അതിന്റെ അപ്പുറം അവിടെ കട്ട് ചെയ്തു. ഒക്കെ സാങ്കല്പികല്ലേ എന്നാ അടുത്ത് അത് കട്ട് ചെയ്തു. ആ പറയിപ്പിക്കാണ്. കാരണം ശൈത്താൻ ഇവിടെ വിജയം ഉണ്ടാവണം. മനസ്സിലായില്ലേ? അത് മനസ്സിലായി. 2010 മുതൽ മടവൂരിൽ നിങ്ങോട്ട് ചാടി ആരാണ് ഇപ്പൊ ശൈത്താന്റെ വാദം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. ഒരു ചാരൻ ഇറങ്ങിപ്പോയപ്പോ വേറെ ചാരൻ വന്നു. ഇപ്പൊ ആ ചാരനെയും കൊണ്ടാണ് നടക്കണത്. മടവൂരികൾക്ക് വേറെ വിശ്വാസമല്ല. കോക്കസിന് ഇപ്പൊ എന്ത് കിട്ടിയാലും, മുങ്ങിച്ചാകാൻ പോണവർക്ക് പിടിവള്ളി കിട്ടിയാലും അപ്പൊ ഈ ചാരനേക്ക് ചാരൻ എന്ന നിലക്കോനെ കൊണ്ടു കിടക്കുക. എന്തെല്ലാം കളവുകളാണ് പറയുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, ഇതെല്ലാം ആരോപണമാണ്. പുഴയിൽ വീണ ജിന്നിനെ വിളിക്കണം എന്ന് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ചൂണ്ടയിടുമ്പോൾ ജിന്നെ വിളിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. എല്ലാം ആരോപണമാണ്. ഇതെല്ലാം ഇവരിങ്ങോട്ട് സാങ്കല്പിക ചോദ്യം ചോദിച്ചപ്പോൾ ഒരു സാങ്കല്പിക ചോദ്യം അങ്ങോട്ടും ചോദിച്ചാൽ ഇതൊന്നും അല്ല ഇവിടെ വിഷയം. ഇവിടെ KNM അതിന്റെ കസാലി ഉറപ്പിക്കണം, അതിന് കുറെ ആളെ പുറത്താക്കണം, പുറത്താക്കിയിപ്പോ ന്യായീകരണം ഉണ്ടാക്കണം. അതിനു വേണ്ടി ഇങ്ങനെ പരതി നടക്കുക. ഞാനിപ്പോ എത്ര ക്ലിപ്പോട് ഇട്ടു. ഇനി കോക്കസിന്റെ ആൾ ഇവിടെ വന്നങ്ങൾ കണ്ടോളിയും, ഇതിനൊന്നും മറുപടി അറിയില്ല. ഖുറാഫികളെ മാതിരി ഒരു റെഡിമെയ്ഡ് പ്രസംഗം കാച്ചിട്ടാണ് പോകും. എന്നാലും കോക്കസിന്റെ ആളുകൾക്ക് SLRCക്കാർക്ക് ഞെഞ്ഞെഞ്ഞേ നടന്നുകൊടുക്കും. ആ മറുപടി എത്ര സ്ഥലത്തിന്റെ അറിയോ? ഒറ്റൊന്നിനും മറുപടി അറിയില്ല. നാണം കെട്ട നിലവാരത്തിലേക്ക് ഇവര് പോയി. ഇപ്പൊ പറഞ്ഞെന്താ അറിയോ? ജിന്ന് അഭൗതിക സൃഷ്ടിയല്ലേ, അഭൗതിക സൃഷ്ടിയോട് എന്ത് ചോദിച്ചാലും ശരിക്കല്ലേ. അക്ബർ MM അക്ബർ ഉണ്ടല്ലോ, അയാൾ സമ്മേളനത്തിൽ പറയാ, ഇവിടെ നമ്മുടെ ആദർശം പോക്കറ്റ് അടിക്കാൻ ഒരു മുസ്ലിയാരും കൂട്ടരും നിൽക്കുമ്പോ ജിന്ന് ഭൗതികാഭൗതികം ചർച്ച നടക്കാണ്. എന്നിട്ടോ അതിന്റെ ചർച്ചന്റെ കാസറ്റല്ലേ ഇപ്പൊ നിച്ചിറക്കിയത്? അതല്ലേ ഇപ്പൊ ദേവ മീഡിയ എന്നും പറഞ്ഞ് ഇറക്കിയത്? നിങ്ങളൊന്ന് കൊണ്ടിറക്കി നമുക്ക് കാണിച്ചു തരാം. പണ്ടൊക്കെ നിച്ചിന്റെ ഓഫീസിൽ ഒരു KNMന്റെ MSMന്റെ നോട്ടീസ് ഒട്ടിച്ച കണ്ണുരുട്ടിന്നു. ഇപ്പൊ നിച്ചും KNM കൂടി അങ്ങോട്ട് ലയിച്ചിരിക്കുക. ഏതാ വലുതെന്നില്ല. അപ്പോ ഇരിക്കട്ടെ, അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. എന്താ അവിടെ ജിന്നിനെ പറ്റിയുള്ള വിഷയം? ജിന്ന് അഭൗതികമല്ലേ? 2012 വരെ അത് ഭൗതിക, 2012 വരെ അഭൗതികം തന്നെയാണ്. ഏതർത്ഥത്തിൽ? അവരെ കുറിച്ചുള്ള അറിവ് അഭൗതികാണ്. മുതിർന്ന ആളുകളൊക്കെ പണ്ട് പറയും, മക്കളെ ജിന്നും മലക്കൊക്കെ ഗൈബി അല്ലേ. ഗൈബി പറഞ്ഞാൽ എന്താ? ഞമ്മക്ക് അവരെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ അള്ളയും റസൂലും പറയണം. നമ്മളെ പഠന ഗവേഷണങ്ങൾക്കൊക്കെ പുറത്താണ്. ആ നിലക്ക് ജിന്നും മലക്കും ഇന്നും അഭൗതികമാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇവർ പോയി. തൗഹീദ് പറയുന്നിടത്ത് നമ്മൾ പറഞ്ഞു പ്രാർത്ഥനയാകപ്പെട അഭൗതികമായ മാർഗത്തിൽ ഗുണമോ ദോഷമോ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു തേടുക, അപ്പൊ പ്രാർത്ഥനയാവും. അപ്പൊ അഭൗതികത്തിന് മറഞ്ഞ മാർഗം, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം എന്നൊക്കെ തൗഹീദ് പറയുന്നിടത്ത് നമ്മൾ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. അവിടേക്ക് ഒരു ജിന്നിനെ കൊണ്ടുപോയി. കേട്ടോളൂ ഹനീഫ് കായക്കൊടി പറയുന്നത്. അബ്ദുൽ ജബ്ബാർ മൗലവി ഇതിന് പറഞ്ഞ ന്യായങ്ങൾ എന്താണ്? ഒന്ന്, കാര്യകാരണ ബന്ധത്തിനപ്പുറത്തുള്ളതല്ല. ജിന്നിനോടുള്ള അതല്ലെങ്കിൽ മലക്കിനോടുള്ള ഈ സഹായതത്വം കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തുള്ളതല്ല എന്നാണ്. എന്നാൽ ഇത് അപ്പുറത്തുള്ളതല്ലേ ആണ് എന്ന് എല്ലാവർക്കും അറിയാം. എന്ത് കാര്യകാരണ ബന്ധമാണ് ജിന്നും മനുഷ്യനും തമ്മിലുള്ളത്? നാം പറയുന്നത് ജിന്നിന് എങ്ങനെ കേൾക്കാൻ കഴിയും? വല്ലാത്തൊരു വർത്താനം തന്നെ. നമ്മൾ പറയുന്നത് ജിന്നെങ്ങനെ കേൾക്കാൻ? ജമിയത്തുമന്റെ ബുക്കിലെ 1-ാം പേജ് വായിച്ചാൽ മതി അല്ലേ? തൈസ ശൈത്താൻ നിങ്ങൾ പറയരുത്. അപ്പൊ ശൈത്താൻ വീടോളം വലുതാവും. ബിസ്മില്ല എന്ന് പറഞ്ഞാൽ ഈച്ചോളം ചെറുതാവും. അപ്പൊ ജിന്നി കേട്ടിട്ടല്ലേ? നിങ്ങൾ അൽബഖറ ഓതിയ ശൈത്താൻ പുറത്തു പോകും. അപ്പൊ കേട്ടിട്ടല്ലേ? നിങ്ങൾ വീട്ടിൽ കയറുമ്പോൾ ബിസ്മില്ല എന്ന് പറഞ്ഞാൽ ശൈത്താൻ പറയും, ആ ഞമ്മക്ക് ഇവിടെ താമസമല്ല. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ല നമുക്കിവിടെ മെസ്സുമില്ല എന്ന് പറയും. അപ്പൊ നമ്മൾ പറഞ്ഞ ശൈത്താൻ കേൾക്കൂലേ? ജിന്ന് കേൾക്കൂലേ? സാധാരണക്കാർക്ക് പോലും അറിയുന്ന പൊട്ടത്തരം ജിന്നും മലക്കും തമ്മിൽ ഒരു കാര്യകാല ബന്ധമല്ല. ജബ്ബാർ മൗലവി അവിടെ പറഞ്ഞെന്താ? ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്നാ.
അപ്പൊ കാര്യകാരണ ബന്ധം വന്നില്ലേ? ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ജിന്നോ മലക്കോ ഉണ്ടെങ്കിൽ അത് അനസൂസിയാർ വന്ന് ജിന്നുണ്ടെങ്കിൽ ജിന്നും കേട്ടോട്ടെ, മലക്കുണ്ടെങ്കിൽ മലക്കും കേട്ടോട്ടെ, അതന്നെ ഇതിന്റെ കാര്യകാരണ ബന്ധം. അപ്പൊ സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കുക. ഇപ്പൊ എന്താണെന്നറിയോ, നമ്മൾ പണ്ടേ പഠിപ്പിച്ചെന്താ, അഭൗതികം എന്ന് പറഞ്ഞാൽ കാര്യകാരണ ബന്ധത്തിനപ്പുറത്തുള്ളത്. കഴിവിനെ കുറിച്ച് പറയുമ്പോൾ അഭൗതിക കഴിവ് അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. സൃഷ്ടികളിൽ ഒരാൾക്കും അഭൗതികമായ കഴിവില്ല. അതാണ് നമ്മൾ പഠിപ്പിച്ച തൗഹീദ്. കേട്ടോളൂ, KM മൗലവി സാഹിബ് എന്ന പുസ്തകത്തിന്റെ മുഖവരയിൽ PK മൂസ മൗലവി സാഹിബ്, അൽമനാറിന്റെ ദീർഘകാല എഡിറ്റർ, ഖുർആൻ പരിഭാഷയിൽ അമാനി മൗലവിയോടൊപ്പം എഴുതിയ ആൾ, അദ്ദേഹം പറയാം, അഭൗതികമായ മാർഗങ്ങളിലൂടെ സൃഷ്ടികൾക്ക് ഗുണമോ ദോഷമോ വരുത്തി തീർക്കുവാൻ ആർക്കെങ്കിലും ഏതെങ്കിലും വിധേന സാധിക്കുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ വിചാരവും ആ വിശ്വാസവും പ്രവൃത്തികളും തൗഹീദിനെതിരായി ഭവിക്കുന്നു, അല്ലെങ്കിൽ ശിർക്കായിത്തീരുന്നു. ശിർക്കാണെങ്കിൽ മഹാപാപവും. അപ്പൊ അല്ലാത്തവർക്ക് അഭൗതിക കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കായി എന്നാണ് അൽമനാറിൽ എഴുതിയിട്ടുണ്ട്. കുഞ്ഞീദ് പോലും ഇസ്ലാമിന്റെ ജീവൻ എന്ന ബുക്കിലുണ്ട്, പലയിടത്തും എഴുതിയിട്ടുണ്ട്. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വായിക്കുന്നില്ല. അത് മാറ്റി ഇപ്പൊ അബ്ദുറഹ്മാൻ സൽവി പറഞ്ഞെന്താ അറിയോ, ജിന്നിന്റെ കഴിവ് അഭൗതികാണ്. കേട്ടോളൂ, ആ ജിന്നിന്റെ കഴിവ് അദൃശ്യമായ കഴിവാണ്, അഭൗതികമായ കഴിവാണ്. അതുകൊണ്ട് അദൃശ്യമായ ജിന്നിനോട് ആ ജിന്നിന്റെ കഴിവിൽപ്പെട്ടത് ചോദിക്കുന്നത് അദൃശ്യമായ രീതിയിലുള്ള ചോദ്യമാണ്, അഭൗതികമായ രീതിയിലുള്ള ചോദ്യമാണ്. അതുകൊണ്ടാണ് ജിന്നിന്റെ കഴിവിൽപ്പെട്ടത് ചോദിക്കുന്നതും ശിർക്കാണ്, ശിർക്കാണ്, ശിർക്കാണ് എന്ന് പറയും. മൂപ്പര് പള്ളിക്കല് കോയിൽ ലേലം വിളിക്കണ മാതിരിയാ. ശിർക്കാണ് അല്ലേ? 35 റുപ്യ 35 ഉറപ്പിച്ച് ശിർക്കാണെന്ന് 3 വട്ടം പറഞ്ഞോണ്ട് ശിർക്കാകോ? ജിന്ന് അഭൗതികമാണ്, ജിന്നിന്റെ കഴിവ് അഭൗതികമാണ്. ഞാൻ ഇപ്പൊ വായിച്ചു കേൾപ്പിച്ചില്ലേ, അഭൗതികമായ കഴിവ് അള്ളാന്റെ പടപ്പുകളിൽ ആർക്കെങ്കിലും ഉണ്ടെന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കായിന, പിന്നെ തേടണമെന്നില്ല. ഇപ്പൊ ഇയാളല്ലേ ശിർക്കിലേക്ക് പോയത്? ഈ കോക്കസ് അല്ലേ ശിർക്കിലേക്ക് പോയത്? SLRCക്കാരെ മണ്ടയുണ്ടെങ്കിൽ ചിന്തിച്ചോളിയും, ആരാന്റെ കാലിൻ്റെ ഓട്ടില് ബുദ്ധി പണയം വെക്കാതെ ചിന്തിച്ചോളിയും. ജിന്നിന്റെ കഴിവും മലക്കിന്റെ കഴിവും അഭൗതികാണെന്ന് വന്നാൽ അതോടെ ശിർക്കൻ വാദം വന്നു കഴിഞ്ഞു. കേൾക്കണ ക്ലിപ്പ് പോലും മനസ്സിലാവൂല. നമ്മൾ പണ്ടേ പറഞ്ഞെന്താ, അഭൗതികമായ മാർഗത്തിലൂടെ, മറഞ്ഞ മാർഗത്തിലൂടെ കാര്യകാരണ ബന്ധങ്ങൾക്കുപരിയായി ഉപദ്രവിക്കാനോ സഹായിക്കാനോ അള്ളാഹ്ക്ക് മാത്രമേ സാധിക്കുള്ളൂ. ഒരു ജിന്നിനും കഴിയില്ല, ഒരു മഹാത്മാവിനും കഴിയില്ല. അനസ് മുസ്ലിയാർ തന്നെ പറയട്ടെ, സഹായിക്കാൻ സൃഷ്ടികൾക്കാർക്കും സാധ്യല്ല, അള്ളാഹുവിന് മാത്രമേ കഴിയൂ. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ. ജിന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. ജിന്ന് ഗൈബിയായി ആരെയും സഹായിക്കില്ല, ആരെയും ഉപദ്രവിക്കില്ല. അല്ല, കഴിവില്ല. ജിന്ന് എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും അത് അഭൗതികല്ല, ഗൈബല്ല, കണ്ണിൽ കൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല. അതൊക്കെ ഭൗതികമാണ്, ഭൗതികമായ പ്രവർത്തനങ്ങളാണ്. അതിന് തെളിവാണ് 3 പുസ്തകങ്ങൾ. എത്ര കൊല്ലമായി മുജാഹിദുകൾ എഴുതിയിട്ട് അതുപോലും വായിക്കാതെ, അതുപോലും പഠിക്കാതെ മുജാഹിദികൾ ഇപ്പൊ കണ്ടുപിടിച്ച നിലക്ക് എന്താ സാഹിബ്, ആരെങ്കിലും ചപ്പ്ളാ ചപ്പണമെങ്കിൽ അത് കയറി നിങ്ങൾ ചപ്പാത്തിക്കണം എന്തിനാ? അതാ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഈ മടവൂരികൾ ഇങ്ങനെ ചപ്പടാ ചപ്പട, നിങ്ങൾ എന്തിനാ ചപ്പുന്നത്? നിങ്ങൾക്ക് ചപ്പിട്ട് നിങ്ങൾ നാണം കെട്ടില്ലേ ജനങ്ങളുടെ മുമ്പില്? നിങ്ങളല്ലേ ഇത് പറഞ്ഞത്? ജിന്നിന്റെ കഴിവ്, ജിന്ന് എന്തു ചെയ്താലും അതൊക്കെ ഭൗതികമാണ്, അഭൗതികമായി ഒന്നും ചെയ്യാൻ ജിന്നിന് കഴിയില്ല. അപ്പൊ അത് മാറ്റി തൗബ ചെയ്താൽ പോരാ, നിങ്ങൾ മൂടി മൊട്ടയടിച്ച് രണ്ടാമത് ഇസ്ലാമിലേക്ക് വരണം. അത്തരത്തിലുള്ള വാദങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോഴുള്ള വിഷയം എന്താ അറിയോ? ഒരു ദുർബല ഹദീസ് കൊണ്ടുവന്ന് സക്കരിയ സലാഹി ചർച്ചയ്ക്ക് വെച്ചു. 1200 കൊല്ലം മുമ്പ് ഈ ഹദീസിന്റെ കിതാബിലുള്ളതാ. 71 ഉമർ മൗലവിയോട് സൽസബീലിലേക്ക് ചോദിച്ചു, യാ ഇബാദല്ലാഹ് ഈനുനി ഹദീസ് ഉണ്ടല്ലോ, ഒരു മുസ്ലിയാര് അല്ലല്ലാത്തരെ വിളിക്കാൻ തെളിവ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പയ്യോളിക്കാര്. അപ്പൊ എന്താ പറഞ്ഞത്? ഗതിമുട്ടിയ മുഅ്മിനിനെ ആ മരുഭൂമിയിൽ സഹായിക്കാൻ ജിന്നോ മലക്കോ വരും എന്നാണ് ഹദീസിലുള്ളത്. മരിച്ചോലെ വിളിക്കാൻ അതിൽ തെളിവില്ല. 71 ചർച്ച ചെയ്തു. 80കളിൽ ശബാബിലേക്ക് ചോദ്യം വന്നു. അന്ന് ചെറിയ മുണ്ടം പറഞ്ഞു, വിജനപ്രദേശത്തുണ്ടായേക്കാനിടയുള്ള ജിന്നുകൾക്കും മലക്കുകൾക്കും കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ അവരോട് ചോദിച്ചാൽ അതും പ്രാർത്ഥനയല്ല. 2004 മണ്ണാർക്കാട് എന്നോട് ചോദിച്ചു, ഞാൻ അത് തന്നെ പറഞ്ഞു, അദൃശ്യശക്തികളായ ജിന്നുകളോ മലക്കളോ ഉണ്ടെങ്കിൽ അവർ കേൾക്കട്ടെ എന്ന നിലക്കാണ്. ഒന്നാമത് ദുർബലമായ റിപ്പോർട്ടാണ്, ഇനി സഹിയാണെങ്കിൽ തന്നെ അതിൽ തെളിവില്ല. 2009
അബ്ദുറഹ്മാൻ സലഫി ജിദ്ദയിൽ പോയപ്പോ അദ്ദേഹം പറഞ്ഞു ആ വിളിയിൽ പ്രാർത്ഥനയില്ല, അത് മണ്ടിയേരിയോ എന്ന് പറയണ മാതിരി ഒഴിഞ്ഞ സ്ഥലത്ത് എന്തെങ്കിലും സഹായം ആവശ്യമുള്ളപ്പോ നമ്മൾ മണ്ടിയേരിയോ എന്ന് പറയും. ആരാ ഉദ്ദേശിക്കണേ? ശബ്ദം കേൾക്കുന്നിടത്ത് മനുഷ്യന്മാരാരുണ്ടെങ്കിൽ അവർ സഹായിക്കട്ടെ എന്നാണ്. കാര്യകാരണ ബന്ധത്തിന് അതീതമായ സഹായ ചോദ്യം, പ്രാർത്ഥന അതിലില്ല. 2009 അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞു. ഇതൊക്കെ മിണുങ്ങിയിട്ട് ഇപ്പൊ മടവൂരികൾ പറഞ്ഞിടത്തേക്ക് ഈ അലിമൊല്ലയും അതുപോലെ കരിമ്പിലാക്കലും പറഞ്ഞിടത്തേക്ക് ഈ കോക്കസ് പോയി. എന്നിട്ട് സമ്മേളനത്തില് നമ്മുടെ ഹുസൈൻ സലഫി ഐക്യമാണെന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തെ മുഖ്യ ശത്രുവായി പ്രഖ്യാപിച്ചിട്ടാണ് ഇപ്പൊ കോക്കസ് പ്രവർത്തിക്കുന്നത്. ഇപ്പൊ നമ്മളെ KV ഒക്കെ ക്ലാസ്സിൽ മൊബൈൽ ഇട്ടിട്ട് മൈക്കിലിട്ട് ഇങ്ങനെ കേൾപ്പിക്കുക, കണ്ടോ ഹുസൈൻ സലഫി പറഞ്ഞിരിക്കണു ദുർബല അതീതനെ പറ്റി ചർച്ച വേണ്ട. എന്നിട്ട് ഇങ്ങനെ കണ്ണുമീച്ച് അതൊന്ന് കയറ്റി തരും ഉസ്താദെ. പതാപ്പ പഠിപ്പിക്കല്, ഖുർആൻ പഠിപ്പിക്കല് ഹുസൈൻ സലഫിന്റെ ക്ലിപ്പാ. എന്നിട്ട് അതേ പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ ഇങ്ങനെ നടക്കുക. എന്താ പറഞ്ഞെങ്കിൽ ചിന്തിക്കണ്ടേ? അയാളോ മന്ദബുദ്ധി, നിങ്ങളും മന്ദബുദ്ധിയാകണോ? എന്താ ഹുസൈൻ സലഫി പറഞ്ഞത് കേട്ടോളി. ഈ വിഷയത്തിൽ ദുർബലമായ ഹദീസാണ്, അത് ഇനിയും ചർച്ചക്കെടുക്കണം എന്നല്ല ഈ ഉള്ളവൻ പറഞ്ഞത്. ചിലരൊക്കെ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. പണ്ട് ദുർബലമാണ്, ചർച്ച വേണ്ടെന്ന് പറഞ്ഞു, ഇപ്പൊ ചർച്ച വേണമെന്ന് പറഞ്ഞു. ഞാൻ അന്നും ഇന്നും പറയുന്നു അത് ദുർബലം തന്നെ. മുൻഗാമികൾ കൊടുത്ത മറുപടിക്കപ്പുറമുള്ള ഒരു വ്യാഖ്യാനത്തിലേക്ക് പോകണ്ട, ചർച്ച വേണ്ട. ഇനി അതല്ല, ആ വ്യാഖ്യാനത്തിൽ അപകടമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഈ ശിർക്കാരോപണം വരുന്നത്. അപ്പൊ ഒരു കൂട്ടരുടെ പേരിൽ ശിർക്കാരോപിക്കുമ്പോൾ മറുപക്ഷവും അടങ്ങി നിൽക്കുന്നില്ല, ഞങ്ങളിൽ ശിർക്കില്ല എന്നും പറയേണ്ടി വരുന്നു. അപ്പോൾ പിന്നെയും പ്രശ്നമാകുന്നത് മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഉള്ളവൻ സംസാരിച്ചത്. എങ്കിൽ ഇതിനെപ്പറ്റി ശിർക്കാണോ അല്ലേ എന്ന വിഷയത്തിൽ, ശിർക്കുണ്ടോ ഇല്ലേ എന്ന കാര്യത്തിലുള്ള ചർച്ച, അതേ നമുക്കിടയിൽ അത് തീരാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ പലതിലും ആസ്വദിക്കാറുള്ള ഗൾഫ് രാജ്യങ്ങളിലുള്ള ആലിമീങ്ങളെ കണ്ടുകൂടെ, ഒന്ന് ചർച്ച ചെയ്തുകൂടെ? ഇതും കയറ്റി കൊടുക്കുക മൊബൈലിക്ക്. വെറുതെ ഹുസൈൻ സലഫിനെ പറ്റി കളവ് പ്രചരിപ്പിക്കുക, ഖുർആൻ പഠിപ്പിക്കാനെന്ന് പറഞ്ഞ ആളെ വിളിച്ചോട്ടിട്ട് കള്ളത്തരം പ്രചരിപ്പിക്കുക. എന്താ ഖുർആൻ പഠിപ്പിക്കല്? നോക്കണം നിങ്ങൾ, പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ കള്ള ക്ലിപ്പ് കൊണ്ട് നടക്കുക. ചർച്ച വേണ്ടെന്ന് പറഞ്ഞാൽ എന്താ? ഗൾഫ് സലഫി പണ്ഡിതന്മാരും ലോക പണ്ഡിതന്മാരും പറഞ്ഞതിനപ്പുറത്തേക്ക് ചർച്ച വേണ്ട. അവർക്കൊക്കെ തെറ്റുപറ്റിയെന്നാണ് അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞെങ്കിൽ അത് അവരടുത്ത് പോയി തെളിയിച്ചു കൊടുക്കണം. അത് ഇവിടെ നിന്ന് കുണുകുണ പറഞ്ഞാൽ പോരാ, അങ്ങോട്ട് പോകണം. എന്താ വരാത്തത്? ജമിയ ഇത്തിഹാദ് തുറാസ് കത്ത് എഴുതിയത് എന്താ എഴുതിയത്? ഗൾഫിലേക്ക് പോകണമെന്ന് അറിഞ്ഞത്. 500-ലധികം പള്ളികൾ തന്ന സ്ഥാപനം തന്ന ജമിയത്ത് ഇത്തിഹാദ് തുറാസ് ശിർക്ക് പ്രചരിപ്പിക്കുന്ന സംഘടനയാണെന്ന് ധൈര്യമുണ്ടോ നിങ്ങൾക്ക് എഴുതാൻ? പാവപ്പെട്ട മുജാഹിദ് പ്രവർത്തകർക്കെതിരിൽ ലെറ്റർ പാഡും സീലും ഉപയോഗിച്ചുകൊണ്ട് ലക്ഷങ്ങൾ ചെലവാക്കി മടവൂരികളിൽ നിന്ന് കേസ് കൂടിയിട്ട് ലെറ്റർ പാഡും സീലും വാങ്ങിയത് പാവപ്പെട്ട മുജാഹിദുകളെ പുറത്താക്കാനാണോ? ആ ലെറ്റർ പാഡ് എന്താ ഇത്തിഹാദ് തുറാത്തിനെതിരൊന്ന് കത്തെഴുതി കൂടങ്ങക്ക്. എന്നിട്ട് സമ്മേളനം കഴിഞ്ഞിട്ട് ആലോചിച്ചിട്ട് പറയാന്ന് മറുപടി. എന്താടോ ആലോചിക്കാനുള്ളത്? ശിർക്കല്ലേ നിങ്ങൾക്ക്? ശിർക്കായ കാര്യം ഞാൻ ആലോചിക്കാണ്ടോ? ജമിയത്ത് ഇത്തിഹാദ് തുറാത്തിനെ പോയി തിരുത്തി കൊടുക്ക്. പോയല്ലോ കോക്കസ് നേതാവ് നൂർസിയും അക്ബർ കൂടെ പോയി ബൊമ്മന്റെ മായിരിക്കുന്നു മിണ്ടാതെ. എന്തേ മിണ്ടായെന്ന് ജമിയത്ത് ഇത്തിഹാദ് തുറാത്തിന്റെ പണ്ഡിതന്മാരുടെ മുമ്പിൽ? അപ്പൊ സുഹൃത്തുക്കളെ, ഇവർക്ക് ആർജവമില്ല, വൈജ്ഞാനിക ധീരതയില്ല. ഈ പാവപ്പെട്ട ഈ നൗക്കൽ അഫ്ലൽ മക്കാരെയും ഈ SLRCക്കാരെയും തെറ്റിദ്ധരിപ്പിക്കാനേ കഴിയുന്നു. അറബി പണ്ഡിതന്മാരുടെ മുമ്പിൽ ഇരിക്കാൻ ആണത്തമുള്ളവനുണ്ടോ? ധൈര്യമുള്ളവനുണ്ടോ? നടക്ക് സൗദിയിലേക്ക്, ഞങ്ങൾ റെഡിയാ. സൗദി ഗവൺമെന്റാ പറഞ്ഞത് നിങ്ങൾ 2 കൂട്ടരും ചെലവ് ഞങ്ങൾ വഹിക്കാം, നിങ്ങളെ പോക്കറ്റിൽ നിന്നൊന്നും എടുക്കണ്ട. സൗദി ഗവൺമെന്റിന്റെ ചെലവിൽ നമുക്ക് പോകാം, ചർച്ച ചെയ്യാം. ഈ പ്രസ്ഥാനത്തിനുണ്ടായ ഫിത്ന എന്താണെന്ന് അപ്പൊ തിരിയും. ഞാൻ അവസാനിപ്പിക്കാം സുഹൃത്തുക്കളെ. ഇപ്പൊ എന്നെ കുറിച്ചുള്ള വേറെ ആക്ഷേപം എന്താ അറിയോ? റുഖിയ ശർഇയ്യ എന്നും പറഞ്ഞിട്ട് ജിന്ന് ബാധിച്ചോലെ ജിന്ന് ഇറക്കലും എന്നിട്ട് അതിന് ഓതലും ഊതലും ഹാളിറാകലും പാറ്റ ഖുറാഫാത്തുക്കാ കൊണ്ടുപോണത്. എന്നാ കേട്ടോളിയും. 2011 ജൂണിൽ കോക്കസ് നേതാവ് അബ്ദുറഹ്മാൻ സലഫിയെയും MM മദനിയെയും പിന്നിലിരുത്തി. ഇപ്പോഴത്തെ വായാടി പറയട്ടെ. ഒരാൾക്ക് ജിന്നു ബാധിച്ചിരിക്കുന്നു, ആ ജിന്നു ബാധിച്ച ആളെ ഓതുകയാണ്, അല്ലെങ്കിൽ അയാൾക്ക് ഓതിക്കൊടുക്കുകയാണ്. വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ ഓതിക്കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഹദീസ് കൊണ്ട് ഓതിക്കൊടുക്കുക, അല്ലെങ്കിൽ ഹദീസിൽ വന്ന വാരിതായിട്ടുള്ള വാചകങ്ങൾ കൊണ്ട് പറഞ്ഞ് അദ്ദേഹത്തെ മന്ത്രിക്കുകയാണ്. തെറ്റല്ല. ജിന്നു ബാധിച്ചിരിക്കുന്നു. അബ്ദുറഹ്മാൻ സലഫിന്റെ വാദം എന്താ? ജിന്നു ബാധ ഇന്ന് തിരിച്ചറിയാൻ നബിയില്ല,
വഹയുള്ള നബിക്ക് മാത്രമേ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഇയാൾക്ക് വഹയുണ്ടോ? ഇയാൾ ഇടക്കാലത്ത് നബിയായിരുന്നോ? നബിയായ കാലത്തുള്ളതാവും. ജിന്നു ബാധ തിരിച്ചറിഞ്ഞാൽ എന്ത് ചെയ്യാ? നേരെ ആശുപത്രി കൊണ്ടുപോകല്ല, ഓതിക്കൊടുക്കുക. ആ ഖുർആനിൽ ആയത്ത് ഓതിക്കൊടുക്കുക, ഹദീസിൽ വന്ന ദിക്ർ ചൊല്ലിക്കൊടുക്കുക, മന്ത്രിക്കുക. തെറ്റല്ല. സക്കരിയ സലായി അല്ലട്ടോ പറയണ, അനസ് മുസ്ലിയാരാ പണ്ട് പറഞ്ഞല്ലോ. തൗബന്റെ കാലത്ത് പറഞ്ഞതാ, ഈ തൗബന്റെ കാലത്ത് പറഞ്ഞതാ, 2011 പറഞ്ഞതാ. എന്നാൽ അതിനപ്പുറത്ത് ഇയാളിൽ ജിന്ന് ഹാജരാകുമ്പോൾ ജിന്ന് ഹാജരാകുക പറഞ്ഞാൽ തന്നെ ഖുറാത്തിയില്ലേ? ഓതി കൊടുക്കുമ്പോ ജിന്ന് ഹാജരാകുമല്ലോ. ആഹാ, അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? ഈ മന്ത്രിക്കുന്നയാൾ അയാളോട് സംസാരിക്കാൻ തുടങ്ങും. ഹാജറായിട്ട് ജിന്ന് ഈ രോഗിയുടെ നാവിലൂടെ സംസാരിക്കാൻ. അപ്പൊ തമിഴ് ജിന്ന കയറിയെങ്കിൽ തമിഴ് സംസാരിക്കും, ഇംഗ്ലീഷ് ജിന്ന കയറിയെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കും, കന്നഡ ജിന്നാണെങ്കിൽ കന്നഡ സംസാരിക്കും. അത് CM മൗലവിയും പറഞ്ഞിട്ടുണ്ട്. നേരത്തെ അനസിന്റെ ക്ലിപ്പ് കണ്ടില്ലേ? മടവൂരികള് ഇക്കിളി കൂട്ടി ചിരിക്കണ്ട, അതിനുവേണ്ടി പറയാ. ആരാണ് നിങ്ങൾ? അത് ഗോപാലനാണ്. എവിടെയാ താമസം? അത് കട്ടുപ്പാറ കലിങ്ങിനടിയിലാണ്. ജിന്നിനോട് വർത്താനം പറയട്ടോ. ഹാജറായ ജിന്നിനോട് മന്ത്രിക്കുന്ന ആള് ഇന്റർവ്യൂ നടത്തുക. പഴയ സാഹിറ കൊണ്ട് പറയാ. എന്താ സംഭവിച്ചത്? അത് ഞാൻ പണ്ട് വണ്ടി ആക്സിഡന്റിൽ പെട്ട് മരിച്ച ആളാണ്. അപ്പൊ വസുമതി എന്ന് പറഞ്ഞിട്ട് കെട്ടിത്തൂങ്ങിയ വേറെ ഒരുത്തി ഉണ്ടായിരുന്നല്ലോ, അവളിപ്പോ എവിടെയാണ്? അപ്പൊ ഈ മന്ത്രിക്കണാക്ക് വേറൊരു ജിന്നിനെ ഇളക്കിയപ്പോ അവിടുന്ന് കിട്ടിയതാണ് ഈ വസുമതി. അപ്പൊ ഇറക്കി വിട്ടിട്ടുണ്ട്. വസുമതി ഇപ്പോൾ എവിടെയാണ്? വസുമതി കട്ടുപ്പാറ കലിങ്ങിന്റെ അങ്ങേയറ്റത്ത് ഇപ്പോൾ താമസിക്കുന്നുണ്ട്. ഇപ്പോൾ അവൾ ഏതെങ്കിലും ശരീരത്തിലുണ്ടോ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ശരീരത്തിൽ വസുമതി ഉണ്ടോ? അവൻ പറയല്ല, വസുമതി ഇപ്പോ ആരുടെ ശരീരത്തിൽ ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല. അവളിപ്പോ അലഞ്ഞടക്കണ അനാഥപ്രേതാണ്, ഒരു കൂടാരം കിട്ടിയിട്ടില്ല. ഇത് ഞാൻ ഉദാഹരണം, ഇത് സംസാരിക്കുകയാണ്. ആരോടാണ്? ഈ ജിന്നിനോട്, അല്ലെങ്കിൽ ഒരാൾ ശരീരത്തിലുണ്ട് എന്ന് പറയുന്ന ജിന്നിനോട് ഇയാൾ സംസാരിക്കുകയാണ്. ഇത് ഒരിക്കലും റുഖിയല്ല, ഇസ്ലാമികമല്ല, ഇത് വഴികേടാണ്. ഇത് റുഖിയായി നമുക്കിടയിൽ പരിചയപ്പെടുത്തപ്പെട്ടു. ഇത്രങ്ങൾ സംഭവിച്ചല്ലോ. ജിന്നു ബാധ ഉണ്ടാവും, അത് നമുക്ക് തിരിച്ചറിയും. അവർക്ക് ഓതിക്കൊടുക്ക, ഹദീസിലെ ദിക്ർ ചൊല്ലിക്കൊടുക്ക. അപ്പൊ ഹാജറാകും, ഹാജറായിട്ട് സംസാരിക്കും. അപ്പൊ ഈ പറഞ്ഞ ഇന്റർവ്യൂ ഒന്നും നടത്താൻ പാടില്ല. പിന്നെ എന്തേ പറയാവൂ? ഇറങ്ങിപ്പോ അള്ളാന്റെ ശത്രു, അത് മാത്രമേ പറയാവൂ. അത്രയും ഞാൻ മനസ്സിലാക്കിയിരുന്നത് ഈ ജിന്നിറക്കുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന മിക്ക ആളുകളും ഈ വസ്തുത മനസ്സിലാക്കാത്തവരാണ്, അശ്രദ്ധരാണവർ. അതുകൊണ്ട് ഞാൻ അവരെ ഉപദേശിക്കുന്നു, ഫഅൻസഹുഹും ഇൻ ഇസ്തമറു ഫീ മിഹ്നതിഹിം അല്ലാ യസീദു ഫീ മുഖാതബതിഹിം അലാ ഖൗലി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഖ്റുജ് അദുവല്ലാഹ് മുദക്കിറൻ ലഹും ബിഖൗലിഹി തആല ഫൽയഹ്ദരിൽ ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്നത്തുൻ ഔ യുസീബഹും അദാബുൻ അലീം വല്ലാഹുൽ മുസ്തആൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അവര് ചെയ്യാണെങ്കിൽ ഈ ഒരു വാക്ക് മാത്രമേ അവർ പറയാവൂ, ഉഖ്റുജ് അദുവല്ലാഹ്. അത് നബിന്റെ മുഅ്ജിസാത്തിൽപ്പെട്ടതാണ് ആ സംഭവങ്ങൾ എന്ന് ഇബ്നു അബീ ശൈബ പറഞ്ഞതും അതേപോലെ തന്നെ അൽബാനി തന്നെ നേരത്തെ ഉദ്ധരിച്ചതും ഞാൻ വായിച്ചു കേൾപ്പിച്ചു. ഇനി ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാള് ജിന്നിനോട് പറയുകയാണെങ്കിൽ തന്നെ നബി പറഞ്ഞ അത്രേ പറയാവൂ, ഉഖ്റുജ് അദുവല്ലാഹ്. നബി പറഞ്ഞതിന് അപ്പൊ ജിന്ന് ഇറക്കലുണ്ട്, ഇറക്കുമ്പോ എത്രേ പറയാവൂ? ഉഖ്റുജ് അദുവല്ലാഹ്ന്നേ പറയാവൂ. അപ്പൊ ജിന്നിറക്കൽ സക്കരിയ സലാഹി പറഞ്ഞതാ തന്നെ. ജിന്ന് കയറുന്ന ആരവ പറഞ്ഞു? ഇതൊക്കെ നിങ്ങൾക്ക് വിശ്വസിക്കോ? കോക്കസിന്റെ കൂടെ നിൽക്കുന്നവരോട് ഞങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കോ? നിങ്ങൾ കൂടി മടവൂരികളേറ്റ് നല്ല ചേലുണ്ടാവും, ഒലക്കയും പാന്തോ ഏച്ചൂട്ടിയമാരുണ്ടാവും. നിങ്ങൾക്ക് ഒന്നുകിൽ ഇതിൽ നിഫാക്ക് കാണിക്കണം, അല്ലെങ്കിൽ അതിൽ നിഫാക്ക് കാണിക്കണം. സംഘടന പിടിച്ചെടുക്കാൻ വേണ്ടി നിങ്ങൾ കൊണ്ടുവന്ന ഈ മുറി വൈദ്യം ഇന്ന് നിങ്ങൾക്ക് തന്നെ പാരയാകാൻ പോവാണ്. പിന്നെ എന്നെക്കുറിച്ചുള്ള ആക്ഷേപം എന്താ? ജിന്നുബാധയുണ്ടെന്ന് സംശയിച്ച ഒരാളോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ KNM അനുകൂലിക്കുന്ന ഹിഫ്ദുർ റഹ്മാൻ എന്നൊരാൾ ഈ റുഖിയ ശർഈയായ മന്ത്രങ്ങൾ കൊണ്ട് ചികിത്സിക്കുന്ന ആളാണ്, അവിടെ നിന്ന് പോയി നോക്കാന്ന് പറഞ്ഞു. ഓ ഭയങ്കര പുകില്. സക്കരിയ സലാഹി ദാ ഇവിടെന്തോ ചെറുകാവുകാർ ഇറക്കിയതാണ്. ഞാൻ തൗബ ചെയ്യേണ്ട 5ാമത്തെ വിഷയം എന്താണെന്നറിയോ? 4ാമത്തെ ജിന്നുബാധയാണെന്ന് ഉറപ്പിച്ച് ഞാൻ ചികിത്സ നടത്തിയിട്ട് സുഖപ്പെടാത്ത രോഗികളെ ഹിഫ്ദുർ റഹ്മാൻ എന്ന ചികിത്സകന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത് എനിക്ക് പറ്റിയ അബദ്ധമാണ്, ഞാനതിൽ ഖേദിക്കുന്നു എന്ന്. ഞാൻ തൗബ ചെയ്യണം. പൊട്ട തെറ്റായി പറഞ്ഞത് മനസ്സിലായില്ലേ? തൗബ ചെയ്യേണ്ട കുറ്റാണ്. എന്നാ കേട്ടോളിയും. അതേ കുറ്റം ചെയ്ത അനസ് മുസ്ലിയാർ
ഇഫ്ലുർ റഹ്മാനെക്കാളും ഒരു ഗ്രേഡ് അപ്പുറത്തുള്ള ഡോക്ടർ സുബൈറിനെ സ്വന്തം വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി റുക്കിയ നടത്തി തിരിച്ച് കാറി കൊണ്ടാക്കി. അയാൾ പറയട്ടെ, സുബൈർ ഡോക്ടർ പറയട്ടെ, അവസാനിപ്പിക്കുകയാണ്. സക്കരിയ മൗലവിയുടെ അടുത്ത് വന്ന രോഗി അദ്ദേഹം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് മന്ത്രിച്ചപ്പോൾ ആ രോഗി വയലന്റ് ആവുകയും അങ്ങനെ വയലന്റ് ആയ രോഗിയെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളതിന്റെ പരിചയക്കുറവുകൊണ്ട് അദ്ദേഹം മറ്റൊരാളുടെ അടുത്തേക്ക്, അതായത് ഖുർആൻ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ ചികിത്സിക്കുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന് അടുത്തേക്ക് അയച്ചു എന്നുള്ളതാണ്. ഒരുപക്ഷെ അനസ്മരണയും ചെയ്ത് അതുകൊണ്ട് അത് തന്നെ ആയിരിക്കാം. പലപ്പോഴും എൻ്റെ അടുത്ത് രോഗികൾ അയക്കുന്ന ആളുകൾക്ക് ഇത് മാനസിക രോഗമാണോ പൈശാചിക രോഗമാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി രണ്ടും കൂടെ പഠിച്ച ഒരാളെന്ന നിലയിൽ പലരും എന്നെ സമീപിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ വിഷയമല്ല. സക്കരിയ മൗലവിക്കെതിരെ അനസ്മരു ഉന്നയിച്ച ആരോപണം എന്തുകൊണ്ട് അദ്ദേഹം തന്റെ കാര്യത്തിൽ അത് പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. സക്കരിയ മൗലവി ഓതിയ ശേഷം രോഗി വയലന്റ് ആയപ്പോഴാണ് പരിചയമുള്ള ഒരാളുടെ അടുത്ത് കഴിച്ചത്. മറിച്ച് അനസ് മൗലവിന്റെ അടുത്തുള്ള രോഗി എന്ന് പറഞ്ഞാൽ ഓതിയ വയലന്റ് ആവുന്ന രോഗിയൊന്നുമല്ല. എന്നിട്ട് പോലും അത് അദ്ദേഹം പരിശോധിച്ച് നോക്കാതെ ഒന്ന് പരീക്ഷിച്ചു പോലും നോക്കാതെയാണ് എന്നെ വിളിച്ച് ഒരു പണ്ഡിതനായ അദ്ദേഹം ചികിത്സിക്കാൻ ആവശ്യപ്പെട്ടത്. പക്ഷെ ഇപ്പൊ അദ്ദേഹം പറഞ്ഞത് MBBS ഡോക്ടർ എന്ന നിലയിലാണ് എന്നെ കൺസൾട്ട് ചെയ്തതെന്നല്ല. തീർച്ചയായിട്ടും അങ്ങനെയല്ല. അദ്ദേഹത്തിന് വീട്ടിൽ പോയി പൈശാചികമായ രോഗമാണ് എന്നതിന്റെ പേരിൽ ആ രീതിയിൽ ചികിത്സയ്ക്ക് വേണ്ടി അദ്ദേഹം എന്നെ കൊണ്ടുപോയത്. ഇനി അദ്ദേഹം അത് മറന്നുപോയിട്ടുണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ. എന്നാൽ ഓർക്കാൻ വേണ്ടിയിട്ട് അതോടനുബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ പറയുകയാണ്. അദ്ദേഹം തിരിച്ച് കാറിൽ ഞങ്ങൾ പോരുമ്പോൾ അദ്ദേഹം മുൻപ് ചെയ്ത സിഹറുകളെ കുറിച്ചും സിഹർ ചെയ്ത് പ്രേമിച്ചു കിടന്ന സ്ത്രീ പുരുഷന്മാരെ അണക്കിവിട്ട കഥകളും ആലിന്റെ ലയിൽ അദ്ദേഹം സിഹർ ചെയ്ത കാര്യവും അങ്ങനെ അദ്ദേഹം സിഹർ പഠിക്കാൻ ഉദ്ദേശിച്ച പുസ്തകത്തെക്കുറിച്ചും ആ പുസ്തകം അദ്ദേഹത്തിന്റെ ഒരാളെ തട്ടിക്കൊണ്ടുപോയ കാര്യമെല്ലാം വിവരിച്ചു തരികയുണ്ടായി. അദ്ദേഹത്തിന്റെ ജാഹിലിയ കാലത്ത് അദ്ദേഹം ചെയ്ത കാര്യങ്ങളാണ്. അപ്പൊ സുഹൃത്തുക്കളെ, നിങ്ങൾ കേട്ടില്ലേ? യഥാർത്ഥത്തിൽ ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? റുഖിയ ശർഇയ്യ ഉണ്ടെന്നും അവർ ചികിത്സാ രീതിയാണെന്നും അത് ചികിത്സിക്കാൻ വേണ്ടി അതിന് പരിചയമുള്ളവർക്ക് അയക്കാമെന്നും KNM-ലും KJ-ലും അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് അനസ് മുസ്ലിയാർ അയച്ചത്. സലാം മോങ്ങം ഡോക്ടർ സുബൈറിന്റെ അടുത്ത് ആളെ കൊണ്ടുപോയിട്ടില്ലേ? മോങ്ങത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നിട്ടില്ലേ? പാലത്ത് അബ്ദുറഹ്മാൻ സ്വന്തം മക്കളെ കൊണ്ടുപോയിട്ടില്ലേ സുബൈർ ഡോക്ടർ അടുത്തേക്ക്? തൽക്കാലത്രേ, ബാക്കി ഞങ്ങൾ പിന്നെ പറയും വേണ്ടി വന്ന. ഇതൊക്കെ ഖുറാഫാത്താണെന്ന് പറഞ്ഞ് ഞങ്ങളെ നേരെ ആക്ഷേപിക്കുക, എന്നിട്ട് തലയിൽ മുണ്ടിട്ട് നിങ്ങളെ ഇനി നടക്കുക, എന്നിട്ട് നിങ്ങൾ മടവൂരളയത്ത് സംബന്ധവും ഞങ്ങൾക്ക് പ്രശ്നമല്ല. യഥാർത്ഥത്തിൽ ഇവിടെ എന്താ പ്രശ്നം അറിയോ? അബ്ദുറഹ്മാൻ സലഫി എന്ന മനുഷ്യൻ ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ഒരു കൂട്ടർക്കെതിരിൽ ശിർക്ക് ആരോപിച്ച് രംഗത്തിറങ്ങി സംഘടന പിടിച്ചടക്കി. ഇനി ആ സംഘടന അധികാരം നിലനിർത്താൻ ഇഷ്ടമില്ലാത്തവരൊക്കെ പുറത്താക്കാണ്. അയാളുടെ പ്രബോധന ശൈലി ഒന്ന് ഒരു ക്ലിപ്പ് കൂടി കേൾപ്പിച്ച് അവസാനിപ്പിക്കുകയാണ്. അയാൾ കേട്ടോളൂ ശിർക്ക് ആരോപിക്കുന്നത്. മരുഭൂമി ചെന്നുപെട്ട ഒരു ജിന്നിനോട് ചോദിക്കാനുള്ള ഒരു കള്ള ഹദീസും പിടിച്ച് കള്ളത്തരം പറഞ്ഞ് മുവഹിദുകളെ ശിർക്കിലേക്ക് കൊണ്ടുപോവുകയാണോ? ഇതാണോ ഹദീസ് പണ്ഡിതന്മാരുടെ പണി? ഏത് ഹദീസാണോ നീ ഓതിയത്? ആരാണോ നിനക്ക് ഹദീസ് പഠിപ്പിച്ചു തന്നത്? മരുഭൂമിയിൽ പോയ ജിന്നിനോട് ചോദിക്കണമെന്ന് എവനാണോ നിന്നെ പഠിപ്പിച്ചത്? ആരാ നിനക്ക് ഹദീസ് പഠിപ്പിച്ചത്? ആ മുഹദ്ദിസിനെ കൊണ്ടുവാ ഇങ്ങോട്ട്. ധൈര്യമുണ്ടെങ്കിൽ കൊണ്ടുവാ ഇങ്ങോട്ട്. ഹദീസ് പഠിപ്പിച്ചു തരാ. ഹദീസ് പണ്ഡിതന്മാരല്ലാത്ത ഞങ്ങളുടെ മുന്നിലേക്ക് വാ. എന്താ നല്ല പ്രബോധന ശൈലി! ഇയാള് മോങ്ങത്ത് വന്ന് പ്രസംഗിക്ക. പ്രബോധകന്മാർക്ക് ശുദ്ധി വേണം, സംസാരത്തിൽ മാന്യത വേണം. ഇയാൾ എന്താ? ഇയാളെ മാന്യത കണ്ടില്ല നിങ്ങള്? കള്ള് ഷാപ്പിന്റെ മുമ്പിൽ നിൽക്കണേ കുടിച്ച് പിപ്പിരായോ ലജ്ജാതി വെല്ലുവിളി വേണ്ട വേടങ്ങട്ടെ, ധൈര്യണ്ടെങ്കിൽ വേടങ്ങട്ടെ. നട്ടപ്പാതിരാക്ക് 12:30 മണിക്ക് എടവണ്ണ ജാമിയയുടെ പരിപാവനമായ ക്യാമ്പസിൽ നിന്നിട്ട് പാവപ്പെട്ട മുജാഹിദ് പ്രവർത്തകരെ മേൽ ശിർക്ക് ആരോപിച്ചുകൊണ്ട് വെല്ലുവിളിക്കാണ്. സ്വന്തം മുരീദന്മാരെ മുമ്പിലുള്ളൂ. ഒരാളും വെല്ലുവിളി ഏറ്റെടുക്കാൻ അവിടെ ഇല്ലല്ലോ. ആളില്ലാത്തപ്പോൾ ഗോളടിക്കല്ലേ? അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ മനുഷ്യനാണ് ഈ ഫിത്തനയുടെ മുഴുവൻ ഹെഡ്. അത് മനസ്സിലാക്കിക്കോളും. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ധൈര്യമുണ്ടെങ്കിൽ, ആദർശം നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ, മാന്യത നിങ്ങൾക്ക് ബാക്കിയുണ്ടെങ്കിൽ, ഞങ്ങൾ ഈ പറഞ്ഞതിന് ഇതുപോലെ അക്കമിട്ട് മറുപടി പറയാൻ നിങ്ങൾ തയ്യാറാകണമെന്ന് വെല്ലുവിളികളുടെ സ്വരത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നത്. ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സംഘടനാ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്ത് പ്രവർത്തകരെ ചേരിതിരിച്ച് സംഘടനയിൽ കുഴപ്പമുണ്ടാക്കി
ജ്യേഷ്ഠനെയും അനുജനെയും തമ്മിൽ തെറ്റിച്ച്, കുടുംബങ്ങളെ തമ്മിൽ തെറ്റിച്ച്, പ്രസ്ഥാനത്തെ സമൂഹ മധ്യത്തിൽ അവഹേളിച്ച ഈ കോക്കസ് നേതൃത്വം ഇത് പ്രസ്ഥാനത്തിന് അപമാനമാണ്. ഇവരെ എത്രയും വേഗം ഈ പ്രസ്ഥാനത്തിന് മാറ്റി നിർത്താൻ മുജാഹിദ് പ്രവർത്തകർ ജാഗ്രതയോടെ മുന്നിട്ടിറങ്ങണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങളുടെ പരിപാടി മുടക്കാനും ഞങ്ങളെ പോസ്റ്റർ കീറാനും നടക്കുന്നത് നിങ്ങൾ ആശയപ്പാപ്പരത്തമാണ്. ഞങ്ങളും ഈ നാട്ടിലെ പൗരന്മാരാണ്, വോട്ടുള്ള പൗരന്മാർ. അഭിപ്രായ സ്വാതന്ത്ര്യമെന്ന ഭരണഘടനയുടെ മൗലികാവകാശങ്ങളിൽ ഉറച്ചു വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. നിങ്ങൾക്ക് രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് തടയാമെന്ന് നിങ്ങൾ വിചാരിക്കും. നടപ്പുള്ള കാര്യമല്ല. ഞങ്ങൾ ജീവിക്കുന്നതും ഈ നാട്ടിൽ തന്നെയാണ്. ഞങ്ങൾക്കും രാഷ്ട്രീയക്കാരുമായും മന്ത്രിമാരുമായും ബന്ധമുണ്ട്. ഞങ്ങളും വോട്ടുള്ള പൗരന്മാരാണ്. അതുകൊണ്ട് ആ ജാതി ഇമ്പാച്ചി കാട്ടിയൊന്നും പേടിപ്പിക്കാമെന്ന് കരുതേണ്ടതില്ല. ആദർശത്തോണ്ട് നേരിടാൻ ധൈര്യമുണ്ടെങ്കിൽ ഇതുപോലെ മൈക്ക കെട്ടി നിങ്ങൾ മറുപടി പറയുക. അതല്ലാതെ പാവപ്പെട്ട മുജാഹിദ് പ്രവർത്തകരെ കള്ളത്തരം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഇനിയും കൂടെ നിർത്താമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. എന്റെ മുജാഹിദ് സുഹൃത്തുക്കളെ, ഞാൻ ഇത് പറഞ്ഞത് ഈ കോക്കസുകാരോട് മാത്രമാണ്. തെറ്റിദ്ധരിച്ചപ്പുറത്ത് നിൽക്കുന്നവരെ ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ വിഷയം പഠിക്കണം. നിങ്ങൾ ആരെയും തഖ്ലീദ് ചെയ്യണ്ട, ഞങ്ങൾ പറയുന്നു തഖ്ലീദ് ചെയ്യണ്ട. നിങ്ങൾ വിഷയം പഠിക്കണം ഖുർആന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ. മാത്രമല്ല, ഈ പ്രസ്ഥാനത്തെ ഈ വിധം നശിപ്പിച്ചതാരാണെങ്കിലും അവർക്കെതിരിൽ ഉത്തരം കിട്ടുന്ന സമയത്ത്, തഹജ്ജുദിന്റെ സമയത്തും മറ്റും നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ പ്രസ്ഥാനത്തെ ഈ വിധം നശിപ്പിച്ചവൻ ആരാണെങ്കിലും അവർക്ക് ഈ ദുനിയാവിൽ വെച്ച് തന്നെ അർഹമായത് കൊടുക്കണേ എന്ന് നിങ്ങൾ ആവർത്തിച്ച് ദുആ ചെയ്യണം. അത് സക്കരിയ ആണെങ്കിൽ സക്കരിയാക്ക് തട്ടിക്കോട്ടെ, ഹുസൈൻ സലഫിയാണെങ്കിൽ ഹുസൈൻ സലഫിക്ക് തട്ടിക്കോട്ടെ. നിങ്ങൾ ദുആ ചെയ്യണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ആശയക്കുഴപ്പങ്ങൾ കൊണ്ട് ഫിത്നകൾ നിറഞ്ഞ ഈ കാലത്ത് ഹഖ് മനസ്സിലാകാൻ വേണ്ടി അധ്വാനിക്കുകയും ആശയക്കുഴപ്പങ്ങളുടെ പുകമറയിൽ നിന്നും അഹ്ലുസുന്നത്തിന്റെ ആദർശം എന്താണെന്ന് വകതിരിച്ചു മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കുകയും വേണം. ആശയക്കുഴപ്പം എല്ലാ കാലത്തും ഉണ്ടാകും. അവസാനത്തെ ആശയക്കുഴപ്പക്കാരൻ ദജ്ജാൽ വരുന്നത് വരെയും ആശയക്കുഴപ്പത്തിന് ഒരു മാറ്റം ഉണ്ടാവില്ല. അതുകൊണ്ട് അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുക, അവനോട് മാത്രം സഹായം തേടുക. ആ തൗഹീദിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. വിജനപ്രദേശത്തും ജനപ്രദേശത്തും പുഴയിലും കാട്ടിലും നാട്ടിലും അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യുക. വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ് മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാൾ വരെയും ഉത്തരം ചെയ്യാത്തവരോട് പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴിപിഴച്ചവർ ആരുണ്ട്? വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. അവർ ഇവരെ പ്രാർത്ഥനയെക്കുറിച്ച് അശ്രദ്ധരാണ്. വൈദാ ഹുശ്റൻ നാസു കാനൂ ലഹും അഅദാഅ. ആ മനുഷ്യർ ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ അവർ ഇവരെ ശത്രുക്കളായി മാറും. വകാനു ബിഇബാദതിഹിം കാഫിരീൻ. ഇവർ ചെയ്ത ഇബാദത്തിനെ അവർ തള്ളിപ്പറയും. ഈ തള്ളിപ്പറയുന്നതാണ്. ഈ തൗഹീദിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ തൗഹീദിന് വേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഞങ്ങൾ ആരും ഒരു ജിന്നിനോടും പ്രാർത്ഥിക്കണമെന്നോ ഇസ്തിഗാത്ത് നടത്തണമെന്നോ വാദമുള്ളവരല്ല. പച്ച കള്ളം പറഞ്ഞ് മുജാഹിദുകൾക്കിടയിൽ കള്ളത്തരം പ്രചരിപ്പിച്ച് വെറുതെ അവനവന്റെ അമല് കളയണ്ട എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. വസ്തുതകളായി പഠിച്ച് തെളിവിന്റെ പിൻബലത്തോടെ മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ അതിനെമ്പാടും സൗകര്യങ്ങൾ നമ്മുടെ നാടുകളിലുണ്ട്. നിഷ്പക്ഷമായി കാര്യങ്ങൾ വിലയിരുത്തുക. എൻ്റെ വാക്കിലോ എൻ്റെ പ്രയോഗത്തിലോ നിങ്ങൾക്ക് വല്ല വിഷമവും തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. വ്യക്തികളോടോ പ്രസ്ഥാനങ്ങളോടോ ഞങ്ങൾക്കൊരു പകയും വിദ്വേഷവുമില്ല. ആദർശപരമായ രോഷം മാത്രമേ ഉള്ളൂ. കരുതിക്കൂട്ടി അറിഞ്ഞ സത്യത്തെ മൂടി വെച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന കപടനാട്യക്കാരെ നിങ്ങൾ തിരിച്ചറിയണമെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. അള്ളാഹുവിൻ്റെ ദീൻ കൂട്ടാതെ കുറക്കാതെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഈ കൂട്ടായ്മ അത് തകരാതെ തളരാതെ നിലനിൽക്കണം. അതിനുവേണ്ടി നിങ്ങൾ അധ്വാനിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. സംഘടനയും സംഘടനാ സംവിധാനങ്ങളും ലെറ്റർ പാഡും കയ്യിലില്ലെങ്കിലും ഈ ദഅവത്ത് മുടക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഇത് ഇന്ത്യ രാജ്യമാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, നാം ഈ ഒരുമിച്ച് കൂടി പണം ചെലവഴിച്ച് സമയം മാറ്റിവെച്ച് നമ്മൾ ഒരുമിച്ച് കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ അല്ലാഹു ഒരു സൽക്കർമ്മമായി രേഖപ്പെടുത്തുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഈ കോക്കസിന്റെ കണിയിൽ നിന്നും മുജാഹിദ് പ്രസ്ഥാനത്തെയും ആദർശത്തെയും അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. اللهم انصر من نصر الدين واخذل من خذل الاسلام والمسلمين. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. وصلى الله على رسولنا المصطفى محمد وعلى اله وصحبه وسلم. واخر دعوانا ان الحمد لله رب العالمين. السلام عليكم ورحمه الله.